ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു സോഫ്റ്റ് മടക്ക് ചപ്പാത്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിയുടെ മാവ് തയ്യാറാക്കി വെക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദ മാവും ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം അല്പാൽപമായിട്ട് ചേർത്ത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി എനിക്കിവിടെ 1.25 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. മാവൊക്കെ ഇവിടെ നല്ലോണം സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/4 കിലോ ചിക്കൻ ചെറിയ പീസസ് ആക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ചിക്കൻ വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. ചിക്കനിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കനും ഗ്രേവിയായിട്ട് നല്ലോണം ഒന്ന് മിക്സായി വരണം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 കൈപ്പിടി മല്ലിയില ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലും ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചു. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി കുഴച്ചെടുക്കണം. മാവ് ഒന്നുകൂടി കുഴച്ച ശേഷം ബോൾസാക്കി എടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദയും ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മാവ് കൊണ്ട് ഞാനിവിടെ അത്യാവശ്യം വലിയ 7 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ഒരല്പം പൊടി വിതറിയ ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. മുഴുവൻ ബോൾസും ഇതുപോലെ പരത്തിയെടുക്കണം.
ഞാനിവിടെ മുഴുവൻ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ മടക്ക് ചപ്പാത്തിയാണല്ലോ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് പരത്തിയെടുക്കാനുണ്ട്. ഇനി ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി മറുവശത്തു നിന്നും ഇതുപോലെ തന്നെ നേർപകുതിയായിട്ട് മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലും ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി തിരിച്ച് ഇപ്പുറത്തുനിന്ന് പകുതിയാക്കി മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലും ഒരല്പം നെയ്യ് പുരട്ടി മറുവശത്തുനിന്ന് ഇപ്പുറത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലും ഒരല്പം നെയ്യ് പുരട്ടി ചപ്പാത്തി പരത്തുന്നത് പോലെ അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കുക. ഇത് റൗണ്ട് ഷേപ്പാക്കി പരത്തണമെന്നില്ല കേട്ടോ, സ്ക്വയർ ഷേപ്പാക്കി പരത്തിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. സാദാ ചപ്പാത്തിയുടെ കനത്തിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തികളും പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ചു മറിച്ചോട്ട് ചുട്ടെടുക്കുക. തിരിച്ചിടുമ്പോൾ ഒരല്പം നെയ്യ് അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക. 3 പ്രാവശ്യം തിരിച്ചിടുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി റെഡിയായി വരും. ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്, നല്ലോണം പൊങ്ങി വരും. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ചപ്പാത്തി ചുട്ടെടുത്താൽ ചപ്പാത്തി പൊങ്ങി വരാൻ പ്രയാസമാണ്. ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യ് കൂടി പുരട്ടി കൊടുത്ത് നമ്മുടെ ചപ്പാത്തി അതിൽ നിന്നും മാറ്റാം. നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.